വർഷകാല സമ്മേളനത്തിന്റെ 4-ാം ദിനവും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും പ്രതിപക്ഷം ഉപാധികൾ പറഞ്ഞ ചർച്ചയിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം മാത്രം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദം ആരംഭിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങളും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. ഇരുകൂട്ടരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. സഭയ്ക്കകത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി തടസ്സപ്പെട്ടു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രകാരം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സഭാ നടപടികളോട് സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറും നിരവധി തവണ അറിയിച്ചു. नीट पेपर लीक को लेकर के इस सदन में और राज्यसभा में हम जिस प्रकार से विपक्ष चाहता है, जिस तारीख को चाहता है, जितना समय चाहिए चर्चा के लिए सरकार तैयार है, हमने आश्वासन दिया. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. പരീക്ഷാ ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദി വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും മന്ത്രി രാജിവെച്ചതിന് ശേഷം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. We are ready for a discussion after that. Government is not ready for doing all these things. These are all bogus claims completely. What discussion with this minister? Discussion means answer should be given by this minister only. We are asking the resignation of the minister. കക്ഷി നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തരുതെന്നും സഭാ നടപടികളോട് സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.